إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ടും ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതത്തിന് അള്ളാഹു നമുക്കെല്ലാം കരുത്തു പകരുകയും വിശ്വാസികൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് അവൻ നമുക്കെല്ലാം ഇടം നൽകുകയും ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തിന് ആവശ്യമായ എല്ലാ മേഖലകളിലേക്കും നിർദ്ദേശങ്ങൾ നൽകുകയും
മാർഗദർശനം നൽകുകയും ചെയ്യുന്ന അത്ഭുതങ്ങളുടെ അത്ഭുതമായ പരിശുദ്ധ ഖുർആൻ. ആ ഗ്രന്ഥം കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വിഷയങ്ങളില്ല. വിശ്വാസപരമായ കാര്യങ്ങളും കർമ്മപരമായ കാര്യങ്ങളും മാത്രമല്ല, മനുഷ്യജീവിതത്തിൽ സൗഹാർദ്ദവും സ്നേഹവും സാഹോദര്യവും സഹവർത്തിത്വവും നിലനിൽക്കുവാൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ ഉപദേശ നിർദ്ദേശങ്ങൾ ധാരാളം അധ്യായങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത്. സൂറത്തുൽ ഹുജറാത്ത് റൂമുകൾ, മുറികൾ എന്നാണ് അതിന്റെ അർത്ഥം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മദീന പള്ളിയുടെ ചുറ്റുഭാഗത്തായി ഉണ്ടായിരുന്ന അവിടുത്തെ ഭാര്യമാരുടെ കൂടെ അവിടെ നിന്ന് ലളിതമായ നിലയ്ക്ക് കഴിച്ചുകൂട്ടിയിരുന്ന കൊച്ചു കൊച്ചു റൂമുകൾ, മുറികൾ, അതാണ് ഹുജറാത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ അധ്യായത്തിലൂടെ ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് മാനവ സമൂഹത്തിന്റെ മുമ്പാകെ അള്ളാഹു വച്ചിട്ടുള്ളത്. ഇന്ന് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ഒട്ടേറെ ദുഷ്പ്രചരണങ്ങളെക്കുറിച്ചുള്ള, അതിന് വകവെക്കുന്ന ആ രൂപത്തിലുള്ള സമൂഹത്തിൽ കാണുന്ന ദുഷിച്ച ഭിന്നതകൾക്ക് നിമിത്തമാകുന്ന കാര്യങ്ങളെ വേരോടെ പിഴുതെറിയാനുള്ള നിർദ്ദേശമാണ്, ആ നിലക്കുള്ള പ്രത്യേകമായ ഉപദേശമാണ് ഈ അധ്യായത്തിൽ ഏറെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒന്നിച്ചുറങ്ങിയിരുന്ന സഹോദരങ്ങൾ, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന സഹോദരങ്ങൾ, ജീവിതത്തിൽ ഞാനും നീയും പിരിയില്ലെന്ന് പലപ്പോഴും വാക്കുകളിലൂടെ സ്നേഹത്തോടെ പരസ്പരം കൈമാറിയവർ, വളരെയേറെ പകയിലും ശത്രുതയിലും വിദ്വേഷത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് മാറുന്നതായി ഇന്ന് നമ്മൾ കാണും. എന്താണതിന് നിമിത്തമാകുന്നത്? തന്റെ സഹോദരനെ കുറിച്ചുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ആരോ തന്റെ കാതിൽ എത്തിച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ അത് കേട്ടവാറ് തന്റെ സഹോദരന് വിശ്വാസമുണ്ടോ, അതല്ലെങ്കിൽ തന്റെ സഹോദരൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാതെ കേട്ടവാറ് അത് വിശ്വസിക്കുകയും അത് നാലാളെ മുമ്പിൽ പറയുകയും സമൂഹത്തിന്റെ മുമ്പിൽ ആ കള്ളം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആരെക്കുറിച്ചാണോ ആരോപണം തന്റെ കാതിലെത്തിയതെങ്കിൽ ആ മനുഷ്യനെ, ആ വ്യക്തിയെ വളരെ മോശമായി സമൂഹത്തിന്റെ മുമ്പിൽ താറടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇയാൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ കേട്ടത് ശരിയായിരുന്നില്ല, ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരുത്തിയത് നേരായിരുന്നില്ല, ആ വ്യക്തിയെക്കുറിച്ച് എന്റെ കാതിലെത്തിയത് അടിസ്ഥാനമുള്ളതായിരുന്നില്ല, ആരോപണമായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് നേരം വൈകിപ്പോയിരുന്നു. ഞാൻ എടുക്കേണ്ട നടപടികളൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞിരുന്നു, ഞാൻ പ്രചരിപ്പിക്കേണ്ട നുണകളൊക്കെ ഞാൻ പ്രചരിപ്പിച്ചിരുന്നു, അതെത്തേണ്ട കോണുകളിലെല്ലാം അത് എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ മുഴുവൻ സമൂഹത്തിൽ ഒത്തിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഖേദിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ. ഈ സൂറത്തുൽ ഹുജറാത്തിലെ നിർദ്ദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇൻ ജാഅകും, നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ഫാസിഖുൻ, ഒരു തെമ്മാടി വന്നാൽ, ഒരു ദുർവൃത്തൻ വന്നാൽ, ഒരു മോശപ്പെട്ടവൻ നിങ്ങളുടെ അടുക്കൽ വന്നാൽ, ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ, ഫതബയ്യനൂ, കേട്ടപാടെ അത് ഏറ്റെടുക്കരുത്, കേട്ടപാടെ അത് വിശ്വസിക്കരുത്, കേട്ടപാടെ അത് നാലാളോട് പറയരുത്, കേട്ടപാടെ നീ അത് ഇമെയിൽ ചെയ്യരുത്, കേട്ടപാടെ നീ അത് പ്രചരിപ്പിക്കരുത്. നീ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുന്നത് വരെ അന്വേഷിച്ചറിയണം. ആ വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? അയാളെ വിളിച്ച് ചോദിക്കണം. നിങ്ങൾ എന്താണ് കേട്ടതെങ്കിൽ, അയാളെ കുറിച്ച് എന്താണ് കേട്ടതെങ്കിൽ അയാളെ വിളിച്ച് ചോദിക്കണം. ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേട്ടു, അത് ശരിയാണോ?
ഞാനതിന് ഉത്തരവാദിയല്ല, ഞാൻ ആ ആളല്ല, ഞാൻ ആ വിശ്വാസക്കാരനല്ല, ഞാനത് ചെയ്യുന്നവനല്ല, ഞാൻ അതിന്റെ വക്താവല്ല, അതെന്റെ പേരിലുള്ള കള്ളം കെട്ടി ഉണ്ടാക്കി ആരോപിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ കുറിച്ച് അത് പറയാൻ ഒരു സത്യവിശ്വാസിക്ക് പാടില്ല. പക്ഷെ ആരും അതിന് തയ്യാറാകുന്നു. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കാനോടുന്ന സമൂഹം, കാള പ്രസവിക്കുമോ എന്ന് പോലും ചിന്തിക്കാതെ കാള പെറ്റോ എങ്കിൽ കുട്ടിയെ കെട്ടാൻ ഒരു കയറ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അല്ലാഹുവിൽ അഭയം. പ്രിയമുള്ളവരെ, പരസ്പരം കഴുത്തറുത്തു കൊല്ലാനും പരസ്പരം ചതി ചെയ്യാനും പരസ്പരം വീറോടെ പൊരുതാനുമൊക്കെ ഈ രൂപത്തിലുള്ള ഊഹാപോഹങ്ങൾ നിമിത്തമാവുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറഞ്ഞു, കേട്ടതപ്പടി വിശ്വസിക്കരുത്, അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയണം. തബയ്യനൂ, നിങ്ങൾ വ്യക്തമായി അന്വേഷിക്കണേ. അല്ലെങ്കിലോ അൻ തുസീബൂ ഖൗമൻ ബിജഹാല, വിവരക്കേട് കൊണ്ട് അവിവേകം കൊണ്ട് നിങ്ങൾ ആരെക്കുറിച്ചാണോ കേട്ടതെങ്കിൽ അയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ടാകും. അയാൾ നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ടാകും, അയാൾ നിങ്ങൾ മോശപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാവും മനസ്സിലാവുക ആ വ്യക്തിയെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ട കള്ളക്കഥകളാണ് ഞാൻ കേട്ടത് മുഴുവനും, അതിൽ വസ്തുതയില്ല. പക്ഷേ അപ്പോഴേക്ക് നിങ്ങൾ ചെയ്യേണ്ട തോന്നിവാസങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ട് അത് മുഖേനയുണ്ടാകുന്ന ആപത്തുകളൊക്കെ സമൂഹത്തിൽ വരുത്തിവെച്ചിട്ട് അവസാനം നിങ്ങളതാ ഖേദിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വരുന്നു. പിന്നെ ഒരു ഖേദത്തിന് ഇടയുണ്ടാക്കരുത്. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് എന്ത് കേട്ടാലും അതപ്പടി എന്ന് വിശ്വസിച്ച് പറയാൻ നടക്കണ്ട എന്ന് വിശ്വാസികളോട് ഇസ്ലാം പറയുന്നു. എന്നെക്കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ആരെങ്കിലും ഒരാളൊരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്നോടൊരാൾ എന്ന് പറയാണ്, ഇതാ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇന്ന ഫസാദ് പറയുന്നുണ്ട്, തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണത്, അത് നിങ്ങളെക്കുറിച്ച് അയാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എന്ത് വേണം? ഇയാൾ പറഞ്ഞത് ഉടനെ വിശ്വസിക്കണോ? ഇയാൾ പറഞ്ഞത് ഉടനെ മുഖവിലേക്ക് എടുക്കണോ? വേണ്ട, ഞാൻ അന്വേഷിക്കണം. ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോ അയാൾ വിളിച്ച് അന്വേഷിക്കണം. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഇങ്ങനെ കേട്ടു, ശരിയാണോ എന്നൊരു പക്ഷേ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ അയാൾ അതല്ല പറഞ്ഞിരിക്കുക, അയാൾ പറഞ്ഞ വാചകത്തെ ദുർവ്യാഖ്യാനിച്ചതാവാം. കട്ടുമുറിച്ച രൂപത്തിലുള്ള ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എന്റെ ഒരു അരമണിക്കൂർ ഹുതുബയിൽ നിന്ന് നിങ്ങൾക്ക് 1/2 മിനിറ്റ് കട്ടെടുക്കാം, 1/2 മിനിറ്റ് മുറിച്ചെടുക്കാം, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അതിനെ പ്രചരിപ്പിക്കാം. അങ്ങനെ വ്യത്യസ്തമായ ഹുതുബകളിൽ നിന്ന് 1/2 മിനിറ്റുകളും 3/4 മിനിറ്റുകളും 1 മിനിറ്റുകളും 1 സെക്കൻഡുകളുമൊക്കെ നിങ്ങൾക്ക് കട്ടുമുറിച്ചെടുത്ത് ഒരു സീഡിയാക്കി സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പ്രചരിപ്പിച്ച് എനിക്കില്ലാത്ത വിശ്വാസങ്ങൾ, എനിക്കില്ലാത്ത സ്വഭാവങ്ങൾ, എനിക്കില്ലാത്ത ആചാരങ്ങൾ, ഞാനതിന്റെ വക്താവാണെന്ന് നാടിനെയുള്ള പ്രചരിപ്പിക്കുവാൻ ഒരു വാക്ക് വിചാരിച്ചാൽ നടക്കും പ്രിയമുള്ളവരെ. പക്ഷേ ഇസ്ലാം എന്താണ് പറയുന്നത്? അത്തരത്തിലുള്ള കള്ളവാർത്തകളുമായി, ഏതെങ്കിലും ഒരു വാർത്തയുമായി ആരെങ്കിലും നിന്നെ സമീപിച്ചു കഴിഞ്ഞാൽ നീ വളരെ കൃത്യമായി അന്വേഷിച്ചറിയണം. അല്ലെങ്കിൽ നീ ഏതെങ്കിലും കാര്യത്തിൽ എടുത്തു ചാടിയിട്ട് അഭിപ്രായം പറഞ്ഞു വല്ലതും ചെയ്താൽ അവസാനം നിനക്ക് ബോധ്യമാകും നീ ചെയ്തത് മുഴുവൻ തെറ്റായിരുന്നു എന്ന്. പക്ഷെ അപ്പോഴേക്ക് നിന്റെ ഖേദം കൊണ്ട് ഫലമുണ്ടാവില്ല, എത്തേണ്ട അപകടങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാകും. ചെറിയ നിസ്സാരമായ പാപങ്ങളെക്കുറിച്ച് പോലും, നിസ്സാരമായ ആരോപണങ്ങൾ പോലും ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് ഇല്ലാത്തത് പറയാൻ പാടില്ല. പറയുന്ന വിഷയം ഗൗരവമാണെങ്കിൽ ഗൗരവം കൂടും. നമുക്കറിയാം, മഹദിയായ നമ്മുടെ ഉമ്മ, ലോക മുസ്ലിമീങ്ങളുടെ ഉമ്മ, പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ മഹദിയായ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ പാതിവ്രത്യത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ പരിശുദ്ധിയിൽ വിരാജിക്കുന്ന മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, സഫ്വാൻ റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളെയും കുറിച്ച് മദീനയിൽ മുനാഫിഖുകൾ, ജമാദികൾ കുറച്ചൊന്നുമല്ല പ്രചരിപ്പിച്ചത്. മഹദിയായ നമ്മുടെ ഉമ്മയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് വ്യഭിചാരാരോപണം മദീനയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു. അന്നുള്ള മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അന്നുള്ള തെമ്മാടികൾ, അന്നുള്ള മുനാഫിഖുകൾ പ്രചരിപ്പിച്ചു. അത് കേട്ടവാദി കേൾക്കാത്ത വാദി എന്ന നിലക്ക് പലരും അത് വിശ്വസിച്ചു. പലരും അതിൽ ശരിയില്ല എന്ന് പറഞ്ഞു, കാറ്റടിക്കാതെ ഇലയിറങ്ങുമോ എന്ന് പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ഇല്ലാതെ ശബ്ദം കേൾക്കുമോ എന്ന് പറഞ്ഞു.
പല ന്യായങ്ങൾ പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിനെ പലരും സത്യസന്ധമായി മുഖവിലക്കെടുത്തു. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ وتحسبونه هينا وهو عند الله عظيم ولولا إذ سمعتموه قلتم ما يكون لنا أن نتكلم بهذا سبحانك هذا بهتان عظيم يعظكم الله أن تعودوا لمثله أبدا إن كنتم مؤمنين. സൂറത്തു നൂറിൽ മറിച്ചു നോക്കൂ പ്രിയമുള്ളവരെ. നമ്മുടെ ഉമ്മയെക്കുറിച്ച് കേട്ട, സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും കേട്ട വ്യഭിചാരാരോപണം കേട്ടവാദി കേൾക്കാത്തവാദി എന്ന നിലക്ക് അത് നാലാളുകളുടെ കാതിലേക്ക് എത്തിക്കാൻ പ്രചരണത്തിൽ നിന്ന് ചുക്കാൻ വിധിച്ച ആളുകളോട് അല്ലാഹു തആല ആവശ്യപ്പെടുന്നു, നിങ്ങൾക്കത് കേട്ട സമയത്ത് നിങ്ങളുടെ നാവുകൾ കൊണ്ട് നിങ്ങളുടെ ആ വാർത്ത ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളത് പ്രചരിപ്പിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊരു നിസ്സാരമായ കാര്യമാണെന്ന്. വഹുവ ഇൻദല്ലാഹി അലീം. അത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള സംഗതിയാണ് നിങ്ങൾ പറഞ്ഞത്. വലിയ ഗൗരവമുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ടല്ല പറഞ്ഞു, നിങ്ങൾക്കത് കേട്ട നേരത്തെ ആയിക്കൂടായിരുന്നോ? നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ? എങ്ങനെ? ഞങ്ങൾക്ക് ഇക്കാര്യം സംസാരിക്കാൻ പറ്റില്ല. സുബ്ഹാനക ഹദാ ബുഹ്താനുൻ അദീം. ഇത് വമ്പിച്ച കുറ്റാരോപണം തന്നെയാവുന്നു എന്ന് എന്തുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ? ഇത് പറഞ്ഞിട്ടല്ല പറയാണ്, യഅ്മുകുമുല്ലാഹ്, അല്ല നിങ്ങളെ ഉപദേശിക്കുകയാണ്, അൻതഊദൂലി മിസ്ലിഹി അബദാ, ഒരു കാലത്തും ഇനി ഇതുപോലത്തെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന നിലക്ക് ഈ കർമ്മങ്ങൾ, ഈ പ്രവർത്തനങ്ങൾ, ഈ പ്രചരണങ്ങൾ, ഈ ദുഷ്പ്രചരണങ്ങൾ ഇത് വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു കാലത്തും മടങ്ങല്ല. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ. എന്തിനെക്കുറിച്ച് എന്താരോപണം പറഞ്ഞാൽ അള്ളത്ര കടുപ്പത്തിൽ സംസാരിച്ച് എന്താരോപണം മറ്റൊരാളെ കുറിച്ച് പറഞ്ഞെടുത്താണ് അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിച്ചത്? വ്യഭിചാരാരോപണം. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ കള്ളുകുടിച്ചു, ഒരാൾ പലിശ വാങ്ങി എന്ന് പറയുന്നതിനേക്കാളും ഗൗരവമായ ഒരു ആരോപണമുണ്ട്. അതെന്താ? ഒരാൾ ശിർക്ക് ചെയ്തിരിക്കുന്നു, അയാൾ മുശ്രിക്കാണ്, ഇയാൾ ഇയാളോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഈ വ്യക്തി ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവനാണ്, ഇയാൾ മലക്കുപൂജകനാണ് എന്നിങ്ങനെ ഒരാളെ കുറിച്ച് അയാൾക്കില്ലാത്ത വിശ്വാസമോ ഒരാളെ കുറിച്ച് പറഞ്ഞ് ഒരാൾ കാഫിറാണ്, ഒരാൾ മുശ്രിക്കാണെന്ന് ആരോപണം പറഞ്ഞാലോ അതിന്റെ ഗൗരവം എത്രയായിരിക്കും? അതിന്റെ ഗൗരവം എനിക്ക് കാണുമ്പോൾ സംസാരിക്കാം. എല്ലാവരും പറ്റുന്നില്ല. പകയും മോഷവും കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനെ ആറ്റി അകറ്റുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനോടുള്ള ബന്ധം മുറിച്ചു കളയുകയാണ്. ഞാൻ അവനെ കാണുമ്പോൾ കാർഷിച്ചു തുപ്പുന്ന മുഖഭാവത്തോടെ ജീവിക്കുകയാണ്. ഇന്ന് വരെ ഞാൻ അവനോട് സെല്ലാം പറഞ്ഞിരുന്നവൻ ഇന്ന് സ്നേഹത്തിൽ അവനെ എനിക്ക് കാണേണ്ടതില്ല എന്ന് പോലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? തെറ്റിദ്ധാരണകൾ. അല്ലാഹു തആല പറയുന്നു, വിശ്വാസികളെ ഒരു ചെമ്മാടി നിങ്ങളുടെ അരികിൽ വന്നാൽ, ഒരു വാർത്തയുമായി വന്നാൽ, നിങ്ങൾ വളരെ വ്യക്തമായി അന്വേഷിച്ചറിയണേ. അതല്ലെങ്കിൽ ഒരു സമൂഹത്തെ കുറിച്ച് നിങ്ങൾ അവിവേകതയോടെ ഇടപെടും. അങ്ങനെ ഇടപെട്ട് കുറെ കഴിഞ്ഞിട്ടാണ് മനസ്സിലാവുക ഇതൊക്കെ തെറ്റായിരുന്നു, മാപ്പ് തരണം, പുറത്തു തരണം അയാളോട് പറയും. നിങ്ങൾ ചെയ്തതിന്റെയൊക്കെ അബദ്ധങ്ങൾ ലോകമൊന്നാകെ ഉണ്ടായി, പിന്നെ ഖേദിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല. അതുകൊണ്ട് കേട്ടതും കേൾക്കപ്പെടുന്നതും ഒന്നും പറഞ്ഞു നടക്കാൻ നിൽക്കണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേട്ടത് മുഴുവൻ പറഞ്ഞു നടക്കുന്നത് തന്നെ മതി ഒരുത്തൻ കള്ളനാവാൻ.
ഒരുത്തൻ കളവ് പറയുന്ന കള്ളനാകാൻ എന്തേ വേണ്ടു? കേട്ടത് മുഴുവൻ ഇങ്ങനെ അടിച്ചുവിടുന്ന സ്വഭാവക്കാരനായാൽ മതി. വിശ്വാസികളെ, നമുക്കത് ചേർന്നതല്ല. നാം പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കണം, വസ്തുതയാണോ? വസ്തുതയല്ലാത്തത് ചെറുതോ വലുതോ ആയ ഒരാളെക്കുറിച്ചും പറഞ്ഞു പോകരുത്. അത് സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള അപകടം ഒരുക്കിവെക്കുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ഓർമ്മപ്പെടുത്തിയത് ഈ സൂറത്തുൽ ഹുജറാത്തിലൂടെയാണ്. രണ്ടാമതായി അല്ലാഹു ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നത് വിശ്വാസികളോട് പറയാണ്, വിശ്വാസികളെ, നിങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധങ്ങളെ തകർക്കുന്ന നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു സമുദായവും മറ്റൊരു സമൂഹത്തെ പരിഹസിക്കരുത്. കാരണമായി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പരിഹസിക്കുവാൻ പാടില്ല. സംസാരിക്കരുത്. എന്റെ നാട്ടിലെ എത്തിന്റെ പോലെ ചായമായ എല്ലത്തിന്റെ പേരിൽ ജൈവം കണ്ടൽ ഒരാളെ ആറ്റിലക്കുള്ള പേരുകൾ, അതേ അവസരത്തുള്ള ഒരാൾക്കുള്ള മികവ് തെളിയിക്കുന്ന, ഒരാളുടെ സ്ഥാനപ്പേര് സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള നാമങ്ങൾ ഒരിക്കലും വിശുദ്ധമായ സംഗതിയല്ല. അത് പറയുന്നത് ചിലപ്പോൾ നന്മ കൂടിയായിരിക്കും. അതേ അവസരത്തിൽ ഒരാളുടെ ശാരീരിക വൈകല്യം പോലും എടുത്തു പറയുന്നത് അവനെ അപമാനിക്കുക എന്നൊരു ഉദ്ദേശം അതിൽ അല്പമെങ്കിലും കലർന്നിട്ടുണ്ടെങ്കിൽ, മഹദിയായ നമ്മുടെ ഉമ്മയോട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അവരേതോ ഒരാളെ കുറിച്ച് ഖസീറ എന്നൊരു പ്രയോഗം പറഞ്ഞു. ഖസീറ, ഒരാളെ പറ്റി അറിയാൻ വേണ്ടി ഖസീറ എന്ന് പറഞ്ഞത് ആളൊരു കുള്ളത്തിയാണ്. നമ്മൾ പറയില്ല, കുറച്ച് ഉയരം കുറഞ്ഞ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ വാക്കെങ്ങാനും ഒരു സമുദ്രത്തിൽ വെച്ചാൽ ആ സമുദ്രം മുഴുവൻ കലങ്ങി മറിഞ്ഞ് വഷളാകുവാൻ ആ ഒരു കെലിമത്ത് മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചോളണം. വളരെ ഗൗരവത്തോടുകൂടെ ഈ സമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. ആരോപണങ്ങൾ സൂക്ഷിക്കണം, നമീമത്തുകാരെ സൂക്ഷിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഈ അധ്യായത്തിന്റെ തന്നെ മറ്റൊരു നിർദ്ദേശം എന്താണ്? നിങ്ങളിൽ ചിലരെ കുറിച്ച് അതേ ഗീബത്ത് പറയരുത്. അയുഹിബ്ബു അഹദുക്കും മൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ തവ്വാബുർ റഹീം. നിങ്ങളിൽ ഒരാളുടെ സഹോദരന്റെ പച്ചമാംസം, അവൻ മരിച്ചു കിടക്കുന്ന ആ സഹോദരന്റെ ബോഡിയിൽ നിന്ന് ഒരു മാംസം പറിച്ചെടുത്തുകൊണ്ട് തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് വെറുപ്പുണ്ടാകേണ്ട സംഗതിയാണ് അപരന്റെ കുറ്റം പറയൽ. എന്താ, മയ്യത്തിന്റെ ഇറച്ചിയെടുത്തുന്ന മയ്യത്തൊന്നും പ്രതികരിക്കില്ലല്ലോ. എന്താണ് നിർഗമിക്കാൻ കാരണം? ഗീബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥലത്തില്ലാത്ത ആളെ പറിച്ച് കുറ്റം പറയല. നമ്മളിങ്ങനെ കുറ്റം പറയുന്നുണ്ട്, പ്രതികരിക്കാൻ അയാളില്ല, അയാൾ കേൾക്കുന്നില്ല, അയാളെ പറ്റി നുണങ്ങനെ പറയാ. അങ്ങനെ എല്ലാന്ന് പറയാനുള്ള അവകാശം പോലും അയാൾക്കില്ല. അതിനുള്ള അവകാശം പോലും വകവെച്ചു കൊടുക്കുന്നില്ല. അയാളെ കേൾക്കെ പറയുന്നില്ല. നാടൊട്ടാകെ പ്രചരിപ്പിക്കുകയാണ് ഗീബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തദറൂന മൽ ഗീബ, ഗീബത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നിന്റെ സഹോദരൻ വെറുപ്പുള്ള കാര്യം നീ പറയലാകുന്നു ഗീബത്ത്. അപ്പോൾ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അഫറഅയ്ത ഇൻ കാന ഫീ അഖീ മാ ഖൂൽ, ഞാൻ എന്റെ സഹോദരനെ കുറിച്ച് പറയുന്നത് അയാളിൽ ഉള്ളത് തന്നെയാണെങ്കിലോ? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഫീ മാ തഖൂലു ഫഖദ് ഖതബതഹു, അയാളിൽ ഉള്ള കാര്യം തന്നെയാണ് പറയുന്നതെങ്കിലും നീ ഗീബത്താ പറഞ്ഞത്. ഇല്ലാത്ത കാര്യം കൂടിയാണോ പറഞ്ഞതെങ്കിലോ ഫഖദ് ബഹത്തഹു, നീ അയാളെ കുറിച്ച് വമ്പിച്ച കള്ളമാണ് ആരോപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വളരെ പരിപാവനമായ മുസ്ലിമിന്റെ രക്തം, അവന്റെ ധനം, അവന്റെ അഭിമാനം എല്ലാം സംരക്ഷിക്കപ്പെടേണ്ടവയാണ്. ഇസ്ലാമികമായി സത്യവിശ്വാസികൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന, അവർക്കിടയിൽ ഐക്യം തകർക്കുന്ന എല്ലാ കുപ്രചരണങ്ങളെയും വിശ്വാസികളെ തിരിച്ചറിയണം, വസ്തുതകളെ പഠിച്ചറിയണം, വസ്തുതകളെ മനസ്സിലാക്കാതെ പക്ഷം ചേരരുത്. അല്ലാഹുവിന്റെ മുമ്പിലാണ് നമുക്ക് പോയി നിൽക്കേണ്ടത്. അവിടെ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അവിടെ സംഘടനയുണ്ടാവില്ല, അവിടെ കൂട്ടം കൂടാൻ ആളുകൾ ഉണ്ടാവില്ല. എന്റെ കാര്യം ഞാൻ പറയേണ്ടി വരും എന്റെ ഖബറിലും അല്ലാഹുവിന്റെ മുമ്പിലും. കുട്ടികളിൽ ഓരോരുത്തരുടെയും കാര്യം നിങ്ങളിൽ ഓരോരുത്തരും എല്ലാവരും അല്ലാഹുവിന്റെ മുമ്പിൽ ഏകനായി ഒറ്റക്കൊറ്റക്ക് വിചാരണക്ക് വന്നു നിൽക്കും.
അതുകൊണ്ട് ആ ദിവസം ഓർത്തുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ജനുംരാൻ. എന്നാലോ സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കുകയും വേണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ അടിയുറച്ചു നിൽക്കണേ. അല്ലാഹു റബ്ബുൽ ആലമീൻ സത്യം പറയാനും ആ സത്യത്തിന്റെ പക്ഷം ചേരാനും സത്യത്തിന്റെ കൂടെ അടിയുറച്ചു നിൽക്കുവാനുമുള്ള എല്ലാവിധത്തിലുള്ള തൗഫീഖും നൽകി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു നമ്മോട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ചില സംഗ്രഹങ്ങളാണ്, ചുരുക്ക ഉപദേശങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അല്ലാഹു അതിൽ പറയുന്ന മറ്റൊരു കാര്യം, മാനവ സമൂഹത്തിനിടക്ക് ഇന്ന് സമൂഹത്തെയാകെ ഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്ന മറ്റൊരു രോഗമാണ്. ലോകരാഷ്ട്രങ്ങളിൽ എടുത്തു നോക്കിയാൽ, ലോകരാജ്യങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, മാനവ സമൂഹത്തിനിടയിൽ മനുഷ്യന്റെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകളുണ്ട്. താൻ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയുടെ പേരിൽ അഹങ്കാരം നടിക്കുന്നവരുണ്ട്. ഗോത്രത്തിന്റെ പേരിൽ ഞാൻ ഇന്ന തറവാട്ടുകാരനാണ്, ഞാൻ വളരെ ഉയർന്ന ഉന്നതമായ ഒരു കുലത്തിൽ ജനിച്ചവനാണ്, ഞങ്ങൾ മുന്തിയ തറവാട്ടുകാരാണ് എന്നതിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. അങ്ങനെ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും പറന്ന മണ്ണിന്റെയും ഒക്കെ പേരിൽ അഹങ്കരിക്കുകയും ദുരഭിമാനം നടിക്കുകയും അതിന് നേരെ എതിരിലുള്ള തന്റെ സഹോദരന്മാരെ തീവച്ചു കൊല്ലുകയും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള അക്രമങ്ങൾക്ക് വിധേയമാക്കുകയും ഒക്കെ ചെയ്യുന്ന വർണ്ണവർഗവെറിയുടെ ദേശഭാഷാ വൈജാത്യങ്ങളുടെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു ലോകമാണെന്ന് നമ്മുടെ ലോകമെന്ന് നമുക്കറിയാം. ആ ഒരു കാലഘട്ടം അത് ഏറ്റവും ദുഷിച്ചു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മാനവ സമൂഹത്തിന്റെ മുമ്പിൽ സമത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവീരുമായിക്കൊണ്ട്, വെള്ളി വെളിച്ചവുമായിക്കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശം പ്രഖ്യാപിച്ചത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ ചില വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും കബീലകളുമൊക്കെയാക്കി തിരിച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കാനല്ല. അതൊക്കെ നിങ്ങൾ പരസ്പരം അറിയാൻ വേണ്ടിയാണ്. നമുക്കൊരു ഇനീഷ്യൽ വേണം, നമുക്കൊരു അറിയാനുള്ള ഒരു കുടുംബ പേര് വേണം, അതിലപ്പുറം അതിനെ കാണരുതേ എന്നാണ് ഇസ്ലാം പറയുന്നത്. ലാ ഫളല ലിഅറബിയ്യിൻ അലാ അജമി, ഒരറബിക്കും ഒരനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. വലാ ലിഅബിയ്യ അലാ അസ്വദ, ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ ഒരു മേന്മയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്നും ഉണ്ടായതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഒന്നാണ്. നിങ്ങളുടെ പേരിലുള്ള വർഗത്തിന്റെയും നിറത്തിന്റെയും ഭാഷയുടെയും ദേശത്തിന്റെയും ഒന്നും പേരിൽ നിങ്ങൾ പരസ്പരം കുറ്റിച്ചാകരുത്, പരസ്പരം തള്ളിച്ചാകരുത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കരുത്, ആഭിജാത്യം പറയരുത്, കുലമഹിമ പറയരുത്, ആ നിലത്തുള്ള അഹങ്കാരങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ്, മാനവ സമൂഹത്തോട് മുഴുവനുള്ള പറയുകയാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നതൊന്നുമല്ല കാര്യം ജനങ്ങളെ. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് സ്ഥാനമാണോ? നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന മനുഷ്യനാരെന്നോ? അത്ഖാക്കും, അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും പടച്ചവനെ പേടിയുള്ളവനാരോ? അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ വളരെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖിയായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ജീവിക്കുന്നത്, അവൻ കറുത്തവനായാലും പാവപ്പെട്ടവനായാലും വികലാംഗനായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും ഏത് രാജ്യക്കാരനായിരുന്നാലും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു കുറവുമില്ല കേട്ടോ. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, ഉന്നതൻ അല്ലാഹുവിന്റെ അടുക്കൽ ഏറെ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്.
അല്ലാഹു സമൂഹത്തോട് പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒന്നിന്റെയും പേരിൽ അഹങ്കരിക്കുവാൻ നമുക്ക് വകുപ്പില്ല. അല്ലാഹുവിന്റെ വിനയാന്വിതരായ ദാസന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ പടച്ച റബ്ബേ എനിക്ക് തഖ്വയുണ്ടാകണേ എന്നാണ് നിരന്തരമായി തേടേണ്ടത്. കാരണം തഖ്വക്ക് മാത്രം മാർക്കറ്റുള്ള ഒരു ലോകത്തേക്കാ മരണാനന്തരം നമുക്ക് പോകേണ്ടത്. അവിടെ മാർക്കറ്റ് അതിന് മാത്രമേയുള്ളൂ. നിറം നോക്കി ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന ലോകമല്ലാതെ, പണം നോക്കിയിട്ട് ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന ലോകമല്ലാതെ, അധികാരം നോക്കിയിട്ട് ഈ ഇങ്ങോട്ട് മാറി നിൽക്കെന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് വിടുന്ന ലോകമല്ലാതെ, സ്വാധീനമുള്ളവരെ നോക്കിയിട്ട് ഈ ഇങ്ങോട്ട് രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നോ എന്ന് വിളിപാടുണ്ടാകുന്ന ലോകമല്ലാതെ, മറിച്ച് അവിടെ വിജയമുണ്ടാകുന്നത് തഖ്വക്ക് മാത്രമായിരിക്കണം. അതുകൊണ്ട് അല്ലാഹുവിനോട് നിരന്തരം നമ്മൾ ചോദിക്കണം, اللهم إني أسألك الهدى والتقى والعفاف والغنى. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തേട്ടമാണ്. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു അൽ ഹുദ, മാർഗദർശനം, ഹിദായത്തിൽ നിന്ന് തെറ്റാതെ എന്നെ പിടിച്ചു നിർത്തണം. വത്തുഖ, നിന്നോട് ഒരു നിലക്കും അനീതി ചെയ്യാതെ തഖ്വയുള്ള ഒരു ജീവിതം നീ എനിക്ക് നൽകണം. വൽ അഫാഫ്, പരിശുദ്ധമായ ഒരു ജീവിതം, പരിശുദ്ധി നീ എനിക്ക് പ്രദാനം ചെയ്യണം. വൽ ഗിന, ആവശ്യത്തിന് വേണ്ടത് എനിക്ക് നൽകണം. അല്ലാഹ്, ആ നിലക്കുള്ള ഒരു ധന്യത നീ എനിക്ക് പ്രദാനം ചെയ്യണേ നാഥ. ഇങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. തഖ്വ കൈവിടാതെ, തഖ്വ ജീവിതത്തിൽ ഓരോരുത്തരും അവരവരുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ കൊണ്ടു നടന്നുകൊണ്ട്, ഒരാളും നമ്മെ കാണാത്ത നമ്മുടെ സ്വകാര്യ ജീവിതം അത് വളരെ വൃത്തിയാക്കിയിട്ട് പുറത്തേക്കുള്ളതിനേക്കാൾ വൃത്തി അകത്തുണ്ടായി തീരാൻ നാം പ്രാർത്ഥിക്കുക. അല്ലാഹുവിനോട് വളരെയേറെ സങ്കടപ്പെട്ടുകൊണ്ട് ദുആ ചെയ്യുക. പടച്ചവൻ നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ആസ്പത്രികളിലുണ്ട്, വീടുകളിലുണ്ട്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു പ്രബോധകനായ ഒരു പണ്ഡിതൻ കേരളത്തിൽ പേരാമ്പ്രയുടെ അടുത്ത് വെച്ച് ഒരു സ്ഥലത്ത് വെച്ച് പെട്രോൾ ബോംബ് എറിഞ്ഞ് ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് താഴെ മുഴുവൻ കത്തിയിരിക്കുകയാണ്. വളരെയേറെ മാരകമായ മുറിവുകളുമായി അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. അല്ലാഹുവേ, ആ പ്രബോധകൻ നിന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണമേ, സഹനം നൽകണമേ നാഥ, പ്രതിഫലം നൽകണമേ നാഥ. അതുപോലെ ഒരുപാട് ആളുകൾ രോഗികളായി കിടപ്പുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും ശിഫ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, ഫസാദുകളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്ത് രക്ഷിക്കണമേ. ഒരുപാട് ആളുകളിൽ അടുത്തായി മരണപ്പെട്ടവരുണ്ട്, മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണമേ. ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والاكرام. اللهم ادم على دولة الامارات الامن والامان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين.